അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇൽമുൽ ബദിയിലെ മുഹസനാത്തുൽ അഫ്ലിയനെ കുറിച്ച് കുറച്ച് പറഞ്ഞിരുന്നു. അത് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ. അതിലെ രണ്ടാം ഭാഗമായിട്ടുള്ള മുഹസനാത്തുൽ മാനവിയനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ താരീഫായിട്ട് പറയല്ല, താരീഫ് നിങ്ങൾക്ക് കണ്ടന്റിൽ നിന്ന് പഠിക്കാം, വായിച്ച് പഠിക്കാമല്ലോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ, ചുരുക്കി പറയുന്നുള്ളൂ. അതിൽ 7 ഭാഗങ്ങളാണുള്ളത് മുഹസനാത്തുൽ മാനവിയയിൽ. 1 തൗരിയ, 2 തിബാക്ക്, 3 മുക്കാബല, 4 ഹുസ്നു താലീൽ, 5 താക്കീദുൽ മദ്ഹ്, 6 താക്കീദു ദമ്മ്, 7 ഉസ്ലൂബുൽ ഹക്കീം. അതിൽ ഫസ്റ്റ് തൗരിയ. തൗരിയ എന്ന് പറഞ്ഞാൽ ഒരു മുത്തക്കലിം, ഒരാൾ പറയുന്ന ആള് ഒരു വാക്കിനെ പറയുന്നു, ഒരു ലഫ്ലിനെ പറയുന്നു. ആ ലഫ്ലിന് 2 അർത്ഥം ഉണ്ടാവും, 2 മാന ഉണ്ടാവും. അതിൽ ഒന്ന് നമുക്ക് അത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു മാന വരും. അതായിരിക്കില്ല പക്ഷെ മുത്തക്കല്ലിം പറയുന്ന ആൾ ഉദ്ദേശിച്ചത് അതിന് മറ്റൊരു അർത്ഥമായിരിക്കും. അത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരില്ല. അതിനെയാണ് തൗരിയത്ത് എന്ന് പറയുന്നത്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അതായത് കാല സിറാജുദ്ദീൻ അൽ വറാഖ് വ റബ്ബു ഷേറി ഇന്ദഹും ബായിലുൻ, അവരുടെ അടുക്കല് ഷേർ പറയുന്നവർ അവർക്ക് വെറുക്കപ്പെട്ടതാണ്. വലൗ വാഫ ബിഹി ലഹും ഹബീബു, അതായത് നമ്മൾ വിചാരിക്കുക എന്താണ്, ഹബീബു എന്നാണ് ഇവിടുത്തെ വാക്ക്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞാലും, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞതാണെങ്കിലും ഷേറിന്റെ ആളുകൾ അവർക്ക് വെറുപ്പാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. പക്ഷെ ഇവിടെ കവി ഉദ്ദേശിച്ചത് ഹബീബ് എന്ന് പറഞ്ഞാല് നമ്മളിവിടെ റബ്ബുൽ അർഷിന്ദഹും ബായിലെന്ന് വന്നുകൊണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹബീബിന്റെ അർത്ഥം എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവിടെ കവി ഉദ്ദേശിച്ചത് ഹബീബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹബീബ് ബിൻ ഔസത്തായിയാണ്, അതായത് അബൂ തമാമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടവൻ എന്നുള്ള ഹബീബിനെയാണ്. പക്ഷെ കവി ഉദ്ദേശിച്ചത് ഹബീബ് ബിൻ ഔസത്തായിനാണ്. അപ്പൊ അതേപോലെ സെന്റൻസിലുള്ള ഒരു ലഫ്ലിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ലാതെ മറ്റൊരു അർത്ഥമായി കവി ഉപയോഗിക്കുകയാണെങ്കിൽ, കവിയോ അല്ലെങ്കിൽ പറയുന്ന ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് തൗരിയത്ത് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് തിബാക്ക്. തിബാക്ക് എന്ന് വെച്ചാൽ ഒരേ ബൈത്തിൽ തന്നെ ഓപ്പോസിറ്റ് വേർഡ്സ് വരുന്നതിനെയാണ് തിബാക്ക് എന്ന് പറയുക. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഖലഖൽ മൗത വൽ ഹയാത്ത, അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചു. മൗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹയാത്ത്. അങ്ങനെ ഓപ്പോസിറ്റ് വേർഡ്സ് വരുന്നതിനാണ് തിബാക്ക് എന്ന് പറയുന്നത്. തിബാക്ക് തന്നെ 2 വിധമുണ്ട്. ഒന്ന് തിബാക്കുൽ ഈജാബ്, അതായത് തിബാക്കുൽ ഈജാബ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തിബാക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ ഹലക്കൽ മൗത്ത വൽ ഹയാത്ത് എന്ന് പറഞ്ഞ പോലെ നഫീന്റെ ഒരു ഹർഫ് അവിടെ വരാതെ, നഫീന്റെ ഹർഫ് വരാതെ തന്നെ നഫി ചെയ്യാതെ തന്നെ ഓപ്പോസിറ്റായി വരുന്നതാണ്. ഇവിടെ മൗത്തും ഹയാത്തും അതിന് നഫി ചെയ്തിട്ട് ഓപ്പോസിറ്റ് ആയതല്ല, ഓൾറെഡി ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയുള്ളതിനാണ് തിബാക്കുൽ ഈജാബ് എന്ന് പറയുന്നത്. ഹയ്യ്, മയ്യത്ത്, അങ്ങനെ ഓപ്പോസിറ്റ് വേർഡ് വരുന്നത്. തിബാക്കു സലബ് എന്ന് പറഞ്ഞാൽ നഫി ചെയ്തിട്ട് വരുന്നത്, നഫി ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആവുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ യമൂത്തു, ലാ യമൂത്തു, അപ്പോൾ നഫി ചെയ്തിട്ടാണ് ഓപ്പോസിറ്റായി വരുന്നത്. അങ്ങനെ വരുന്ന വേർഡുകൾ വരുന്നതിനാണ് തിബാക്കു സലബ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് മുക്കാബലയാണ്. മുക്കാബല എന്ന് പറഞ്ഞാൽ ഒരു ജുംലയും അതിന്റെ ഓപ്പോസിറ്റും പറയാം. മറ്റേ നമ്മൾ പഠിച്ചത് ഒരു ലഫ്ലും അതിന്റെ ഓപ്പോസിറ്റാണ്. ഇതൊരു ജുംല തന്നെ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ മൻ അഖദതുഹു നിക്കായത്തുൽ ലിആമി അഖാമത്തുഹു ഇയാനത്തുൽ കിറാമി, നിന്ദിതന്റെ പ്രതികാരം അവനെ ഇരുത്തിയാലും മാന്യരുടെ സഹായം അവനെ എഴുന്നേൽപ്പിക്കുന്നതാണ് അർത്ഥം. ഫസ്റ്റ് സെന്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ സെന്റൻസ്. അതിനാണ് മുക്കാബല എന്ന് പറയാം. അതായത് ഒന്നിലധികം വാക്കുകൾ എതിര് വരിക. മറ്റേ നമ്മൾ ഒറ്റ വേർഡാ പറഞ്ഞിരുന്നത്, ഇത് ഒരു വേർഡല്ല, ഒരുപാട് വേർഡുകൾ കൂടി ചേർന്നിട്ട് ഓപ്പോസിറ്റ് ആവുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫസ്റ്റ് സെന്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് രണ്ടാമത്തെ ആവുക. അതിനാണ് മുക്കാബല എന്ന് പറയാം. 4 ഹുസ്നു താലീൽ. ഹുസ്നു താലീൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് അതിൻ്റെതായിട്ടല്ലാത്തൊരു കാരണം, യഥാർത്ഥത്തിൽ നമ്മൾ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അല്ലാത്തൊരു കാരണം നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിന് നമ്മൾ ഉപയോഗിക്കാം. അതിനാണ് ഹുസ്നു താലീൽ എന്ന് പറഞ്ഞത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ചന്ദ്രനിലെ പാടുകൾ ഉണ്ടല്ലോ, ആ പാടുകൾ നമ്മൾ ഒരാൾ പറയാണ് ചന്ദ്രനിലെ പാടുകൾ ഉണ്ടായത്, അതിൽ ഒരു കവി പറയാണ് ചന്ദ്രനിലെ പാടുകൾ മുമ്പ് ഉണ്ടായിരുന്നില്ല, അത് മുഖത്തടിച്ചതിന്റെ പാടുകളാണ്. എന്തിനും ഒരാളുടെ മരണത്തിൽ
പിന്നെ കവി അയാളെ റസാവ് ചെയ്യുമ്പോൾ അയാളെ മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയേണ്ടത്. ഒരാൾ മരിച്ചിട്ട് റസാവ് ചെയ്യുമ്പോൾ ആ മരിച്ച ആളെ ഒന്നും കൂടി ഉയർത്താൻ വേണ്ടിയിട്ട് പറയാണ്. ആ ചന്ദ്രൻ പോലും ഇയാൾ മരിച്ചിട്ട് മുഖത്തടിച്ച് കരഞ്ഞിട്ടാണ് ചന്ദ്രന്റെ മുഖത്ത് ആ പാടുകൾ ഉണ്ടായതെന്ന്. ചന്ദ്രനിൽ എന്തുകൊണ്ടാ പാടുകൾ ഉണ്ടായതെന്ന് നമുക്കറിയാം. പക്ഷെ ആ കാരണമല്ലാത്ത വേറൊരു കാരണം ഭാവനയിൽ നിന്ന് എടുത്തിട്ട് പറയാണ്. എന്തിന്? എവിടെ അയാളെ ഉദ്ദേശം? ഇയാളെ ഒന്നും കൂടി പുകഴ്ത്തുക എന്നുള്ളതാണ്. മരിച്ച ആളെ ഒന്ന് പുകഴ്ത്തുക എന്നുള്ളതാണ്. അങ്ങനെ മറ്റൊരു ഉദ്ദേശം വെച്ചിട്ട് യഥാർത്ഥ കാരണമല്ലാത്ത മറ്റൊരു കാരണം പറയുന്നതിനാണ് ഹുസ്നു താലീൽ എന്ന് പറയാം. പിന്നെ അഞ്ചാമത്തത് താക്കീതുൽ മദ്ഹ് ബിമാ യുഷ്ബിഹു ദമു വാക്സുഹു. അതായത് പിന്നെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അയാൾക്ക് ഒരൊയ്ബും ഇല്ല. ഞാൻ അതിൻ്റെ അറബി പറയുന്നില്ല കേട്ടോ, ഞാൻ മനസ്സിലാൻ വേണ്ടി മലയാളം മാത്രമേ പറയുന്നുള്ളൂ. അയാൾക്ക് ഒരു ഒയ്ബും ഇല്ല ഒന്നല്ലാതെ. അത് അയാളെപ്പോലെ ഒരാളെ കാണാൻ കിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം അയാൾക്കൊരു ഒയ്ബും ഇല്ല എന്ന് നമ്മൾ പറയുമ്പം, അയാൾക്കൊരു ഒയ്ബും ഇല്ല എന്ന് പറയുമ്പം അതൊരു മദ്ഹാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഒന്നല്ലാതെ എന്ന് പറയുമ്പോൾ വരിക അപ്പൊ എന്തോ ഒരു മദ്ഹ്, ഒരു ദമ്മ്, എന്തോ ഒരു കുറവ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും. പക്ഷെ അടുത്ത വരുന്ന വാക്കോ അത് അയാളെപ്പോലെ ഒരാളെ കാണാൻ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതും മദ്ഹാണ്. അയാൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും ചെയ്യുന്നതും മദ്ഹാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പിന്നെ വരുന്നത് ദമ്മായിരിക്കുന്നു, പക്ഷെ അതും മദ്ഹായിരിക്കും. അങ്ങനെയുള്ളതിനാണ് താക്കീതുൽ മദ്ഹു ബിമാ യുഷ്ബിഹു ദമ്മു വാക്സഹു. ദമ്മിന്റെ രൂപത്തിൽ വരുന്ന മദ്ഹിനെ ഒന്നും കൂടിയും ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദമ്മിന്റെ രൂപത്തിലാക്കുക എന്നാണ്. പിന്നെ ആറാമത്തത് താക്കീദു ദമു മിമ്മ യുഷ്ബിഹുൽ മദ്ഹു. അതായത് ദമു ഒന്നും കൂടിയും ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മദ്ഹിന്റെ രൂപത്തിൽ പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ കൗമിന് ഒരു ഫളിലുമില്ല, അപ്പൊ അതൊരു ദമ്മാണ്. അവർ അയൽക്കാരോട് ഹക്ക് ചെയ്യില്ല എന്നല്ലാതെ. ഈ എന്നല്ലാതെ എന്ന് പിന്നെ പറയുമ്പം ആ കൗമിന് ഒരു ഫളിലുമില്ല, അപ്പൊ ഒരു ദമ്മ് പറഞ്ഞു. എന്നല്ലാതെ എന്ന് പറയുമ്പം അപ്പോൾ ദമ്മല്ലാത്ത എന്തോ ഒരു കാര്യം കൂടെ അവിടെ പറയാനുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പിന്നെ പറയണ എന്താണ്? അവർ അയൽക്കാരോട് ഹക്ക് ചെയ്യില്ല, അപ്പൊ അതും പിന്നെയും ദമ്മാണ്. അപ്പം ആ ദമ്മിനെ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനാണ് താക്കീദു ദമ്മു മിമ്മ യുഷ്ബിഹുൽ മദ്ഹ് എന്ന് പറയാം. പിന്നെ 7 ഉസ്ലൂബുൽ ഹക്കീം. ഉസ്ലൂബുൽ ഹക്കീം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, പക്ഷെ അയാൾ ആൻസർ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലായിരിക്കില്ല. ഇപ്പം ഒരാൾ ചോദിക്കാണ് ചന്ദ്രൻ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഹജ്ജിന്റെ സമയം ഒരാൾ പറയാണ് അത് ഹജ്ജിന് സമയം നിർണ്ണയിക്കാനാണ് എന്ന് പറയാണ്. അപ്പോൾ ചോദിച്ച ആള് ചന്ദ്രനെ കുറിച്ച് ചന്ദ്രൻ എന്തിനാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അത് ഹജ്ജിന് സമയം നിർണ്ണയിക്കാനാണെന്ന് പറയുമ്പോൾ ചോദിച്ച ആൾ ഉദ്ദേശിച്ചതായിരിക്കില്ല, അതൊരു ദൃഷ്ടാന്തമായിട്ടാണ് എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ ചോദിച്ചതിനല്ലാതെ ആള് വേറൊരു രൂപത്തിൽ മറുപടി പറയുന്നതിനാണ് ഉസ്ലൂബുൽ ഹക്കീം എന്ന് പറയാം. ഇത്രേ ഉള്ളൂ മുഹസനാത്തുൽ മാനവിയ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും.